നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. കലയരങ്ങിൻ്റെ ദിവസമായ ഇന്ന് ഞാനൊരു സാഹിത്യ ചിന്തയുമായി തന്നെ വന്നിരിക്കുകയാണ്. അതിങ്ങനെ ഒരു യജ്ഞം പോലെ ദിവസവും എൻ്റെ സബ്സ്ക്രൈബേഴ്സുമായിട്ടും മറ്റ് യൂട്യൂബ് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചാനലാണല്ലോ. അതിൽ കാണുന്നവർ പലരും മുഖപരിചയം ഉണ്ടാകാനും അതുപോലെ ഞാൻ പറയുന്നത് വല്ലപ്പോഴൊക്കെ ആയിട്ടൊന്നൊരു ശ്രദ്ധയിൽപ്പെടാനുമൊക്കെ ഈ യജ്ഞത്തിൽ പങ്കുകൊള്ളും എന്നുള്ള പ്രതീക്ഷയോടെ എപ്പോഴെങ്കിലും എല്ലാ ആർട്ടിക്കിളും കാണണമെന്നല്ല ഞാൻ ശാഠ്യം പിടിക്കുന്നത്. ചിലർ കാണുക. ലോകത്തിലെവിടെയാണ് മലയാളികളില്ലാത്തത്? മലയാളികളുള്ളിടത്തൊക്കെ നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ നോക്കുമ്പോൾ മലയാളം പറയുന്ന ഒരാളെ കാണുകയാണെങ്കിൽ സന്തോഷമായിരിക്കുന്ന എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു ഉദ്ദേശം കൂടെ എനിക്കുണ്ട്. എത്ര കുട്ടികൾ, നമ്മുടെ കുട്ടികൾ പഠിക്കാനായിട്ടും ജോലിക്കായിട്ടും ഒക്കെ വിദേശത്ത് പോയി എവിടെല്ലാം നടക്കുന്നു. അവരുടെ ഒക്കെ ഞാൻ ഇന്ന് അവർക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയല്ല, അവർ കേട്ടിട്ടുണ്ടാകും, അറിയുന്നുണ്ടായിരിക്കും, അവർക്ക് ഒരുപാട് അറിവുകളും ഉണ്ടായിരിക്കും. എറണാകുളം ജില്ലയിലെ കാലടി എന്ന സ്ഥലത്ത് ഭൂജാതനായ ശങ്കരാചാര്യർ ഒരുപാട് കൃതികൾ രചിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ 35ഓളം കൃതികൾ, 35ഓളം കവിതാ സമാഹാരങ്ങൾ പോലെ ശങ്കരാചാര്യ വിരചിത സ്തോത്രങ്ങൾ തന്നെയുണ്ട്. അതിൽ ഗണപതി അഷ്ടകമുണ്ട്, സരസ്വതി അഷ്ടകമുണ്ട്, ഭുജംഗങ്ങൾ എന്ന് പറയുന്ന ഓരോരോ ദേവന്മാരെ സ്തുതിച്ചുകൊണ്ട് എഴുതി ഉണ്ടാക്കിയിട്ടുള്ള ചില അർത്ഥസമ്പുഷ്ടമായ അതിമനോഹരമായ ശ്ലോകങ്ങളാണ് ഈ ഭുജംഗങ്ങൾ. വിഷ്ണു ഭുജംഗം, ശിവഭുജംഗം, സുബ്രഹ്മണ്യ ഭുജംഗം, ദേവി ഭുജംഗം, ഇങ്ങനെ ഭുജംഗങ്ങൾ തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം സ്വന്തമായിട്ട് തൻ്റെ അമ്മ മരണശയ്യയിൽ കിടക്കുമ്പോൾ അമ്മയ്ക്ക് കേൾക്കാൻ വേണ്ടി ചൊല്ലിയ ഒരു ഭക്തിയെ കവിഞ്ഞൊഴുകുന്ന, മരണസമയത്ത് അമ്മയ്ക്ക് സന്തോഷം ഈ വിഷ്ണുപാദങ്ങളിൽ ചെന്ന് പോകാൻ വേണ്ടി അദ്ദേഹം രചിച്ച ഒരു സ്തോത്രമാണ് വിഷ്ണു ഭുജംഗം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു കൃതി, ഇന്നെന്നല്ല, അതാകെ 12 അക്ഷരമാണ്, 12 ശ്ലോകങ്ങളാണുള്ളത്. നമ്മൾക്ക് കേട്ട് പരിചയം ഉണ്ടായിരിക്കും, പക്ഷേ അതിൻ്റെ 1-2 ശ്ലോകങ്ങൾ കേട്ട് പരിചയം ഉണ്ടാകും. എല്ലാം അങ്ങനെ കേട്ട് പരിചയം ഉണ്ടാകില്ല. പരിചയമുള്ളവരും ഉണ്ടാകാം, പക്ഷെ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലാക്കിയിട്ടില്ലാത്തവരും ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. എല്ലാവരും അങ്ങോട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സഹായമാകുന്ന വിധത്തിൽ അദ്ദേഹത്തിൻ്റെ ഭജഗോവിന്ദം എന്ന് പറയുന്ന ഒരു ചെറിയ 12 ശ്ലോകങ്ങളുള്ള 13ാമത്തെ ശ്ലോകം സാധാരണക്കാരായവർക്ക് അദ്ദേഹം നൽകുന്ന ഉപദേശങ്ങളാണിത് എന്ന് പറയുന്നതാണ് 13ാമത്തെ ശ്ലോകം. 12 ശ്ലോകങ്ങളിലൂടെ ഉപദേശങ്ങൾ നൽകുന്ന കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ശ്ലോകങ്ങളാണ് ഈ ഭജഗോവിന്ദത്തിലുള്ളത്. ഇന്ന് ഞാൻ ഈ ഭജഗോവിന്ദത്തിലെ 1ാമത്തെ ശ്ലോകമാണ് പറയാൻ പോകുന്നത്. സംസ്കൃതമാണ്. നമുക്ക് എന്ന് വെച്ചാലും ബുദ്ധിമുട്ടൊന്നുമില്ല, പരിചയം കൊണ്ട് ധാരാളമായിട്ട് കേട്ട് പരിചയം ഉണ്ടായിരിക്കും, അർത്ഥത്രയ്ക്ക് അങ്ങോട്ട് ആയിട്ടുണ്ടാവില്ല. 12 മഞ്ജരി സ്തോത്രം എന്നും ഈ ഭജഗോവിന്ദത്തിന് മറ്റൊരു പേരുണ്ട്. ശങ്കരാചാര്യ വിരചിതമായ 12 മഞ്ജരി സ്തോത്രം, അതല്ലെങ്കിൽ ഭജഗോവിന്ദം. അതിലെ 1ാമത്തെ ശ്ലോകമാണ് ഞാനിപ്പോൾ ഒന്ന് വായിക്കാനായിട്ട് തുടങ്ങുന്നത്. ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ.
സംപ്രാപ്ത സന്നിഹിതേ കാലേ സംപ്രാപ്ത സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡഗൃത്കരേണേ നഹി നഹി രക്ഷതി ഡൂഗൃത്കരണേ നഹി നഹി രക്ഷതി ഡൂഗൃത്കരണേ. ഈ ശ്ലോകത്തിൽ 4 വരിയുള്ളൂ. ആദ്യത്തെ എന്താ? ഭജഗോവിന്ദം ഭജഗോവിന്ദം എന്ന് പറഞ്ഞാൽ ഗോവിന്ദനെ, മഹാവിഷ്ണുവിനെ, ശ്രീകൃഷ്ണനെ, ഗുരുവായൂരപ്പനെ ഭജിക്കൂ. ഭജഗോവിന്ദം ഭജഗോവിന്ദം. ഗോവിന്ദനെ ഭരിക്കൂ, ഈശ്വരനെ സേവിക്കൂ. മൂഢമതേ എന്ന് വെച്ചാൽ മന്ദബുദ്ധികളെ പോലെ ഇങ്ങനെ ഈശ്വരചിന്തയൊന്നുമില്ലാതെ ഇരിക്കല്ലേ. മൂഢമത എല്ലാവരും തന്നെ ഭഗവാനെ ഭജിക്കൂ എന്നുള്ളൊരർത്ഥമേ ഉള്ളൂ ഇതിന്. എന്നിട്ടോ പിന്നെന്താ പറയുന്നത്? സംപ്രാപ്ത സന്നിഹിതേ കാലേ. ഒടുവിൽ നമ്മുടെ എല്ലാ അവസാനം അന്തകൻ വന്ന്, അന്തകൻ എന്ന് വെച്ചാൽ യമൻ, യമരാജാവ്, യമപാർശ്വതന്മാർ, യമകിങ്കരന്മാർ വന്ന് ആണ് നമ്മളെ മരണത്തോടെ അങ്ങ് കൂട്ടിക്കൊണ്ടു പോകും എന്നാണ് നമ്മുടെ ഹിന്ദു വിശ്വാസം അനുസരിച്ച്. അപ്പോൾ ഈ സന്നിഹിതേ കാലേ യമഭടന്മാർ വന്ന് നമ്മളെ കൊണ്ടുപോകുന്ന സമയത്ത് നഹി നഹി രക്ഷതി ഡൂഗൃത്കരണേ. നഹി നഹി രക്ഷ, ഒരു രക്ഷയില്ല നമുക്ക്, യാതൊന്നും ഒരു രക്ഷയുമില്ല. അന്തകൻ അടുത്ത് വരുമ്പോൾ ഡുഗൃത്കരണേ, നിന്നെ രക്ഷിക്കുകയില്ല. ഡുഗൃത്കരണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റെന്ത് പ്രവർത്തികളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും തന്നെ ഡുഗൃത്കരണേ, ഒന്നും തന്നെ നമ്മളെ രക്ഷിക്കാൻ പറ്റില്ല. ഏതെങ്കിലും വിധത്തിൽ നമുക്ക് രക്ഷ ഇല്ലാണ്ടൊന്നും ആവില്ല. പക്ഷേ മരണവെപ്രാളം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതൊക്കെ ഒരു ആശ്വാസം കിട്ടാൻ, സുഖമായ മരണം ലഭിക്കാൻ നമുക്ക് ഒന്ന് മാത്രമേ വഴിയുള്ളൂ. ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്ത സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുഗൃത്കരണേ. ഇതാണ് 1-ാമത്തെ ശ്ലോകം. ഇപ്പോൾ ഞാൻ ഈ 1-ാമത്തെ ശ്ലോകം മാത്രമേ പറയുന്നുള്ളൂ. അടുത്ത ദിവസത്തെ സാഹിത്യ ചിന്തയ്ക്ക് 2-ാമത്തെ ശ്ലോകം. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് ഭജഗോവിന്ദം എനിക്കറിയാവുന്ന വിധത്തിലൊന്ന് വ്യാഖ്യാനിക്കുകയാണ്. ശങ്കരാചാര്യർ കേരളീയനാണ്, കാലടിയിൽ ഭൂജാതനായ ആളാണ്. ലോകം അറിയാത്ത ഒരു വ്യക്തിയല്ല, ലോകം മുഴുവൻ അദ്ദേഹത്തിൻ്റെ കീർത്തി എത്തിയിട്ടുണ്ട്. നമ്മൾ മലയാളികൾ ഏത് ദിക്കിൽ ചെന്നാലും കാലടി, ശങ്കരാചാര്യർ എന്നൊക്കെ, ഇതൊക്കെ നമുക്ക് അഭിമാനമാണ്, നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമാണ്, സ്വകാര്യമായ ഒരഭിമാനം തന്നെയാണത്, ഭാഗ്യം തന്നെയാണത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭജഗോവിന്ദം എന്ന ഇതിലെ 12 ശ്ലോകങ്ങളും ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതുകയാണ്. നിങ്ങൾ ഈ ശ്ലോകങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഈ ശ്ലോകം കേട്ടിട്ടുണ്ടായിരിക്കും ധാരാളം. പക്ഷേ അതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കുക. ഇനിയുള്ള ശ്ലോകങ്ങൾ പലതും ഇത്രയ്ക്കും പരിചയമുള്ളതായിരിക്കില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ സാഹിത്യ ചിന്തയിൽ വരുന്ന ഒന്നാണ് ശങ്കരാചാര്യ വിരചിത ശ്ലോകങ്ങൾ, അല്ലെങ്കിൽ ഭജഗോവിന്ദം 1. നിങ്ങൾ വായിക്കൂ, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി. ഞാൻ നിങ്ങളുടെ മാലതി ചേച്ചി. ഇത് നമ്മുടെ ചാനലാണ് കഥകൾ അതിസാഗരം.